എല്ലാം പോലെ ഓറയുണ്ട് എന്തൊരു അത്രയും പേര് മാറും ഓടുന്നു മനസ്സിലായി തന്നെയല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ഞാൻ കാര്യം പറയട്ടാ, വേറെ ഒന്നും എനിക്ക് എന്റെ പിള്ളേരെ തൊട്ടാൻ പറഞ്ഞ വെച്ചേക്കൂല കേട്ടാ. അത് വേണം ചന്ദ്രു, അത് വേണം. അത് ചോദിക്കണം ചന്ദ്രു. കാര്യം അറിഞ്ഞിട്ട് ചോദിക്കാണ്ടിരുന്നു കഴിഞ്ഞാല് അത് മോശപ്പെട്ടൊരു കാര്യമാണ്. ഹലോ ഹലോ, ചന്ദ്ര എവിടാ? ആരാ? ഹലോ ചന്ദ്ര, ഒരു മിനിറ്റ്, ഇതാരാ? ചന്ദ്രന്റെ അച്ഛനാണ്. ചന്ദ്രന്റെ അച്ഛനോ? അതെ. മോനാരാ? ഞാൻ ചന്ദ്രനെ നോക്കിട്ട് വിളിച്ചതാ. ആ, മോൻ ഇപ്പൊ വരൂ, ഞാൻ കൊണ്ട് വിളിക്കാൻ പറയാവേ. ആ ശരി, ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. ആരായിരുന്നു എന്തൊരു ഷമീർ എന്നൊക്കെ എടാ ഇത് ഷമീറിനെ എംആർസിന്റെ പ്രശ്നം ഒന്ന് പറഞ്ഞാണ് കേക്കട്ടെ. MRC ആയിട്ട് പ്രശ്നമാണ് ചന്ദ്രു. ആണാ? ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവിടെ എവിടെയൊക്കെ നടക്കുന്നുണ്ട്. ഹലോ ഷമീറേ. ആ എടാ, നിന്റെ അച്ഛൻ ഇപ്പൊ കോൾ എടുത്തു. അച്ഛന്റെ അച്ഛനെ പോലെ കാണുന്ന ഒരാളാ. ആ ഷമീർ, ഞാൻ കുളിച്ചോണ്ടിരിക്കരുത്. ആ എടാ, നിന്റെ മോന് ആ സൂര്യ ഇവിടെ വന്നിട്ട് എന്റെ കുടുംബം കലക്കിട്ട് പോയിട്ടുണ്ടോന്. എന്തൊരു ഷമീറേ? അതായത് ഓന് ഞാനും താരിയായിട്ട് ഇങ്ങനെ ഭയങ്കര സ്നേഹ സന്തോഷമായിട്ട് ഇങ്ങനെ ഭയങ്കര റൊമാൻറ്റിക് മൂഡിൽ നമ്മള് നിക്കുന്നേ. ഇവൻ വന്നിട്ട് ഷമീർ കെട്ടിയോ? അല്ല, ഭാര്യയല്ല, എന്റെ ഗേൾ ഫ്രണ്ട് താരിയായിട്ട്. ഇവൻ എന്താ ചെയ്തെന്നറിയോ? ഇവൻ അടുത്ത് വന്നിട്ട് വളിയിട്ടിട്ട് അത് ഞാനാന്ന് പറഞ്ഞിട്ട് പോയടാ. എന്നിട്ട് ഇപ്പോൾ ബ്രേക്കപ്പ് എന്നല്ല പറയുന്നത് എന്റെ അടുത്ത്. അങ്ങനെ തുമ്മിയത്തറിക്കണ മൂക്കാണെങ്കിൽ പോട്ടെ ഷമീറേ. ശങ്കാകി ഒറ്റ മൂക്കേ ഉള്ളൂ ഈ ശ്വാസം വലിക്കാൻ വേണ്ടിട്ട്, വേറെ മൂക്കാക്കില്ല. വാ കൊണ്ട് വലിച്ചൂടെ? എടാ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ട്, ഇവനെ ഞാൻ എന്താ ചെയ്താ നിനക്ക് കുഴപ്പമുണ്ട്? ഇവനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവൻ എന്നെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുന്നത് ഇവൻ. സമീറ, ഞാൻ അവനൊന്ന് കാണട്ടെ. ഞാൻ അവന്റെ അടുത്ത് കാര്യം അവന് കൗൺസിലിംഗ് കൊടുക്കാൻ. ഞാൻ ഓക്കെ, നീ കൗൺസിലിംഗ് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ സംസാരിച്ചു നോക്ക്. ഞാൻ സംസാരിച്ച് അവനൊന്ന് റെഡിയാക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. ഒരു വളിയല്ലാട്ട് ഇവ ഇടുന്നത് 5-6 വളി ഇട്ടിട്ട് ഇവ ഓടേന്ന്. എന്നിട്ട് ഇത് മൊത്തം എന്റെ തലയിലാന്ന്. ഇത് വീടുള്ള ആൾക്കാരുടെ മുമ്പിലല്ല ഞാൻ ഒരു വലിവേറിനെ പോലെ ജീവിക്കുന്നത്. എല്ലാരും എന്നെ നോക്കുന്നത് ഇവ അടുത്ത വളി ഇടോന്നുള്ള രീതിയിലാണ് എന്നെ നോക്കുന്നത്. മനസ്സിലായി. അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും ഇത് സോൾവ് ചെയ്യണം. ഇല്ല ഞാൻ അവനെ ഞാൻ ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ ശരി. ചന്ദ്രു, പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. ഹലോ കേക്കുന്നുണ്ടോ? ഹലോ ഹലോ, ഞാൻ പറയണ്ട. ആലോചിച്ചേ ചന്ദ്രു, വേറൊരു കാര്യം കൂടി പറയാൻ പറ്റുമോ? ഷമീറ പറ. അതായത് ഇവ എന്നോട് ഒരു ഭീഷണി കൊടുത്തി. എന്താ അറിയോ? അതായത് 100 കോടി തന്നു കഴിഞ്ഞാൽ 100 കോടി തന്നു കഴിഞ്ഞാൽ അന്നേന് ഇടങ്ങാറാക്കൂല. 100 കോടി തന്നിട്ടില്ലെങ്കിൽ എന്താ അന്യം താരനും തമ്മിൽ തെറ്റിക്കൂന്നാണ് ഇവൻ പറഞ്ഞു കിടക്കുന്നത്. അപ്പൊ 100 കോടി വേണമെന്നാ പറയുന്നത്. അപ്പൊ നീ ഒന്ന് ഹാൻഡിൽ ചെയ്യണേ ഷമീറ. ഒരു 20 കോടി ഞാൻ അവനെ കൗൺസിലിംഗ് ചെയ്ത് ശരിയായിക്കോളാം. എടാ മാറി, നിങ്ങൾ കുടുംബപരമായിട്ട് ഇങ്ങനെ തന്നെ അല്ലേ? വെറുതെ അല്ല നിന്റെ മോനായത്. ഇപ്പൊ മനസ്സിലായി. ഇത് ഫാമിലി ബിസിനസ് ആണെന്ന് തോന്നുന്നുണ്ട്. ഹലോ അതല്ല, ഇത് അങ്ങനെ ചിന്തിക്കില്ല. കാരണം ഇവിടെ കൗൺസിലിങ്ങിന് ഒരു ഡോക്ടറിന് ഒരു സിറ്റിങ്ങിന് തന്നെ നമ്മള് മിനിമം 2-2.5 കോടി ഇത് തന്നെ കൊടുക്കണം. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? 20 കോടി ഡോക്ടർ അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ആളുണ്ട്. ഡോക്ടർ അപ്പുക്കുട്ടൻ ഡോക്ടർ ഉണ്ട് ഇവിടെ നമ്മുടെ സാൻഡിയില്.
അപ്പൊ പുള്ളീന്റെ അടുത്ത് ആളെ ഒന്ന് കൊണ്ടുപോയി കൗൺസിലിംഗ് കൊടുക്കണമെന്ന് കുറെ നാളെ വിചാരിക്കുക. എന്റെ കാശിന്റെ ഇത് ഉള്ളത് കൊണ്ടാണ് ഞാൻ എങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ മനസ്സിലായി. 20 കോടി ഞാൻ തരാം, 20 കോടി ഞാൻ തരാം, കുഴപ്പമില്ല. ഓനക്ക് റെഡി, കാശ് ഞാൻ തരാം. പക്ഷെ ഓന എന്റെ ജീവിതത്തിൽ കേറി ഇടപെടരുത്, അത്ര മാത്രമേ എനിക്കുള്ളൂ. ഓക്കെ 20 കോടി ഞാൻ ഇട്ടേക്കാം. ഓക്കെ ഞാനിത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. ഓക്കെ നീ ഇങ്ങോട്ടേക്ക് വാ, വിളിച്ചാ മതി. ഓക്കെ അവൻ ആൾക്കാരെ മുഞ്ചിക്കാൻ നടക്കുക തെണ്ടി. അവനെ വിളിക്കട്ടെ, അവൻ ഇന്ന് അവനെ അറക്കും ഞാൻ. കൊലയാടി മോനെ, സിറ്റിയിൽ ഞാൻ വന്നപ്പോഴത്തേക്ക് നീക്ക് സമാധാനം തരത്തില്ല. കൊലയാടി മോനെ, സിറ്റിയിൽ ഞാൻ വന്നപ്പോഴത്തേക്ക് നീക്ക് സമാധാനം തരത്തില്ല അല്ലടാ പന്ന നാറി. കുറച്ച് നാള് കഴിഞ്ഞ് ഞാൻ സമാധാനം ഇട്ടൊന്ന് ശ്വാസം വിടാൻ വന്നയാ. നീ എന്നെ ശ്വാസം മുട്ടി വരടാ പട്ടി. നീ ആ ഷമീറിന്റെ കുടുംബ ജീവിതത്തെ തകർക്ക നടക്കൂലടാ പരനാറി. അല്ല ഷമീർ വിളിച്ചായിരുന്നു. ഷമീർ വിളിച്ചിട്ട് പറഞ്ഞു ഇവൻ ആവശ്യമില്ലാതെ എന്തൊക്കെ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നെന്ന് പെമ്പിള്ളേരുടെ അടുത്തൊക്കെ നിക്കുന്ന സമയത്ത്. ഇല്ല അത് ഷമീറിന്റെ സൂര്യടുത്ത് ഈഗോ അടിച്ചിട്ട് പറയണത്, കുഴപ്പമൊന്നുമില്ല. എന്തായാലും സൂര്യ, ഞാൻ ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം, അങ്ങോട്ട് പറഞ്ഞേ.